സമൂഹമാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പഴയ പ്രസംഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്നലെ UDF-ന്റെ കൺവെൻഷനിൽ തോമസ് പറഞ്ഞ ഒരു വാക്യം അത് ഭയങ്കരമായിട്ട്, അതായത് ഞാനും തോമസ് ചാണ്ടിയൊക്കെ വിചാരിച്ചത് ഞങ്ങൾക്കാണ് ഏറ്റവും LDF കൺവെൻഷൻ, പിന്നെ ഞാനും തോമസ് ചാണ്ടിയൊക്കെ വിചാരിച്ചത് ഏറ്റവും ഭംഗിയായി ബൈബിൾ അറിയുന്നവർ ഞങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ സ്വരാജിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെക്കാട്ടിയൊക്കെ അറിവുള്ളവർ ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ആദ്യത്തെ ഒരു പ്രസംഗത്തില്ലേ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം, അത് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം പ്രതിപക്ഷം ഇത് വായിച്ചിട്ട് വന്ന്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഈ ബൈബിളിലേക്കൊക്കെ എത്തുന്നത്? അല്ല, ബൈബിളിൽ ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു, കയ്യിലൂടെ തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അയൽവക്കം ഒരു ക്രൈസ്തവ കുടുംബമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീട് പോലെ അത്രയും അടുപ്പം ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരാണ് ആദ്യമായി ഒരു ബൈബിൾ തരുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ട ആദ്യത്തെ ബൈബിൾ, ഞാൻ വായിച്ച ആദ്യത്തെ. പിന്നീട് പല ബൈബിളുകൾ, KCBC ഇറക്കിയ ബൈബിളും മറ്റു പല ബൈബിൾ, ഓർത്തഡോക്സ് സഭ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബൈബിൾ, പഴയ നിയമം ഒക്കെ, പുതിയ നിയമം മാത്രമുള്ളതെല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആദ്യമായി ഞാൻ വായിച്ച ബൈബിൾ ഇവർ തന്ന ബൈബിളാണ്. അതിൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും അതുമാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുട്ടിക്കാലത്ത് തന്നെ വായിക്കുന്ന സമയത്ത്, വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് വായിക്കുമ്പോഴും അതിലെ ഭാഷ, അതിലെ പ്രയോഗങ്ങൾ, അതിൻ്റെ സൗന്ദര്യം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ പരിഷ്കരിച്ച ബൈബിളുണ്ട്, മലയാളീകരിച്ച ബൈബിളുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറേ കൂടി ആകർഷകമായൊരു ഭാഷ എനിക്ക് തോന്നിയത്. ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. അതെ, എന്നാറേ പുരുഷാരം അവനോടായി അരുൾ ചെയ്തു എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയോഗങ്ങളൊക്കെ വരുന്നത് കൗതുകരായിരുന്നു. അപ്പോൾ അത് വായിച്ചു. പിന്നെ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞപ്പോൾ ബൈബിളിലെ ഓരോ വാചകവും സത്യത്തിൽ ഓരോ പുസ്തകം രചിക്കാൻ കഴിയുന്നത്ര ഗഹനമായിട്ടുള്ള ചിന്ത ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് ബൈബിൾ മാത്രമല്ല, ഏത് ഗ്രന്ഥവും, ഇത്തരത്തിൽ പരാമർശിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഏത് ഗ്രന്ഥവും ഇന്ന മതവിഭാഗമൊന്നുമില്ല. അതിൻ്റെ ഒരു ദാർശനിക പരിസരത്ത് നിന്ന് സമീപിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഒക്കെ മഹനീയമായിട്ടുള്ള തലങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പ്രായോഗികാർത്ഥത്തിൽ അത് പിന്തുടരുന്നവർ അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കുറേ കാലം ഈ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ അതിലെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. അതാണ് അന്ന് നിയമസഭയിലെ കാര്യം. നിയമസഭയിൽ ഇത് വലിയ തമാശയായിരുന്നു. അപ്പോൾ ഞാനത് എന്താണ് ആ ഭാഗം എന്നുള്ളത് പറഞ്ഞിരുന്നില്ല, ആ ഭാഗത്ത് പരാമർശിക്കുന്നത്. വായിച്ചു നോക്കാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബൈബിളൊക്കെ സ്ഥിരമായി വായിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അവർ പക്ഷേ ഇതെന്താണെന്ന് അപ്പോൾ ഒന്ന് ചോദ്യം ചെയ്തിട്ടില്ല. അവർ പോയി വായിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് വാക്കൗട്ടും ബഹളമൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ വായിച്ചു നോക്കിയപ്പോഴും അവർ ഗ്രഹിച്ചതല്ല അതിൻ്റെ അർത്ഥം. അതാണ് വലിയ തമാശയായിട്ട് മാറി. അപ്പോൾ ബൈബിളിൻ്റെ സത്ത മനസ്സിലാകണമെങ്കിൽ, അതിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആഴത്തിൽ ഹൃദയം കൊണ്ട് വായിക്കുക എന്ന് പറയും. നമ്മൾ നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട് വായിക്കുക എന്ന് പറയും. ആ ഭാഗത്തിൻ്റെ അർത്ഥം, ഞാനന്ന് ചൂണ്ടിക്കാണിച്ച ഭാഗത്തിൻ്റെ അർത്ഥം അമൂല്യമായത് അനർഹർക്ക് കൊടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ബജറ്റ് കേരളത്തിലെ ഒരു വമ്പിച്ച മഹത്തായ ബജറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. മഹത്തായ ബജറ്റാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് ബൈബിൾ ഈ പറഞ്ഞ പോലെയാണ്, അനർഹരായവർക്ക് അമൂല്യമായതൊന്നും കൊടുക്കരുത് എന്നാണ് അതിൻ്റെ സെൻസ്. പക്ഷേ എക്സാക്റ്റ് ആ ഭാഗത്ത് പന്നികളുടെ മുൻപിൽ നിങ്ങൾ മുത്തു വിതറരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരത് മാത്രം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു രസകരമായ കാര്യമാണ്, കൗതുകകരമായ കാര്യമാണ്, അത്രയേ ഉള്ളൂ.